പശ്ചിമേഷ്യ ഒന്നടങ്കം യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ദുബായ്, അബുദാബി തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങിയതോടെ രാജ്യം അതീവ ജാഗ്രതയിലായി. ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ചാവേർ ഡ്രോണുകളും രാജ്യത്തെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ UAE തങ്ങളുടെ ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി. ഇതോടെ ഗൾഫ് മേഖലയിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് വികസിച്ചിരിക്കുകയാണ്. ആക്രമണ ഭീഷണിയെ തുടർന്ന് UAE പ്രധാന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്കും അബുദാബിയിലേക്കും വരേണ്ടിയിരുന്ന നിരവധി വിമാനങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തു. മ്യൂണിക്, ആംസ്റ്റർഡാം, സൂറിച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ ബംഗളൂരുവിൽ നിന്നുള്ള സർവീസുകളെയും ഈ സാഹചര്യം ബാധിച്ചു. ഹോർമസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുടെ തുടർച്ചയായാണ് UAEക്ക് നേരെയുള്ള ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അടുത്ത സഖ്യകക്ഷിയായ UAEയെ ലക്ഷ്യം വെക്കുന്നതിലൂടെ മേഖലയിലെ സാമ്പത്തിക ഭദ്രത തകർക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു. ദുബായ്ക്കും അബുദാബിക്കും മുകളിലെ ആകാശത്ത് വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ മിസൈലുകളെ UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടുമ്പോഴാണ് ഈ ശബ്ദങ്ങൾ ഉണ്ടായത്. അത്യാധുനികമായ താഡ്, പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് UAE ഇപ്പോൾ പ്രയോഗിക്കുന്നത്. എങ്കിലും വീണ് കിടക്കുന്ന മിസൈൽ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകളിൽ അപകടമുണ്ടാക്കുമോ എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. അതേസമയം UAEയിലെ പ്രധാന തുറമുഖങ്ങളെയും ഊർജ്ജ നിലയങ്ങളെയും തങ്ങൾ വിജയകരമായി ആക്രമിച്ചു എന്ന് ഇറാനുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഫുജേറ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് ഇറാന്റെ പ്രചാരണം. എന്നാൽ UAE ഔദ്യോഗിക വൃത്തങ്ങൾ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗം ഭീഷണികളെയും വിജയകരമായി നേരിട്ടുവെന്നാണ് UAE വ്യക്തമാക്കുന്നത്. ഈ സൈനിക നീക്കം ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ലോകത്തെ പ്രധാന വ്യോമയാന കേന്ദ്രങ്ങളിൽ ഒന്നായ ദുബായ് നിശ്ചലമാക്കുന്നത് വിനോദസഞ്ചാരത്തെയും വ്യാപാരത്തെയും സാരമായി ബാധിക്കും. എണ്ണക്കടത്തിന് ഉപയോഗിക്കുന്ന കടൽപാതകൾക്ക് പിന്നാലെ വ്യോമപാതകളും സുരക്ഷിതമല്ലാതാകുന്നത് ആഗോള എണ്ണ വിലയിൽ വർധനവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആശങ്ക പ്രകടമായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളിൽ UAE അമേരിക്കയെ സഹായിക്കുന്നുവെന്ന ഇറാന്റെ ആരോപണമാണ് ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളിൽ UAE അമേരിക്കയെ സഹായിക്കുന്നുവെന്ന ഇറാന്റെ ആരോപണമാണ് ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് UAE താവളങ്ങൾ ഒരുക്കുന്നുവെന്നും ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നെന്നുമാണ് ടെഹ്റാന്റെ പക്ഷം. എന്നാൽ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് UAE ആവർത്തിച്ചു. ജനവാസ മേഖലകളിൽ സൈറണുകൾ മുഴങ്ങിയതോടെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ വലിയ പരിഭ്രാന്തിയിലായി. സ്കൂളുകൾക്കും ഓഫീസുകൾക്കും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറാൻ അധികൃതർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. സ്മാർട്ട് ഫോണുകളിലൂടെ അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുന്ന സംവിധാനം സർക്കാർ സജീവമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ US കപ്പലുകൾ സഹായിച്ചതായും ഇതിന് തിരിച്ചടിയായി ഇറാന്റെ ലോഞ്ച് പാഡുകൾക്ക് നേരെ പ്രത്യാക്രമണം നടന്നതായും സെൻകോം അറിയിച്ചു. ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയം അന്താരാഷ്ട്ര സമൂഹം പങ്കുവെക്കുന്നുണ്ട്. UAEയുടെ സുരക്ഷാ മുൻകരുതലുകൾ അതീവ ശക്തമാണ്. സിവിൽ ഡിഫൻസ് വിഭാഗവും പോലീസും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷണവും വിശ്രമ സൗകര്യങ്ങളും എയർപോർട്ട് അതോറിറ്റി ഉറപ്പാക്കുന്നുണ്ട്. സാഹചര്യം ശാന്തമായ ശേഷം മാത്രമേ സർവീസുകൾ പുനരാരംഭിക്കൂ എന്നാണ് എമിറേറ്റ്സ്, ഇത്തിഹാദ് തുടങ്ങിയ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനം നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇറാനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ UAE ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ ഈ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യയും ഖത്തറും സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. UAEയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണത്തെ എങ്ങനെ നേരിടുന്നു എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കാനുള്ള ശേഷി UAEക്ക് ഉണ്ടെന്ന് ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. ഡ്രോൺ
ആക്രമണങ്ങളെ തടയാൻ ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും തുടർച്ചയായ ആക്രമണങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദം നൽകുന്നുണ്ട്. ബിസിനസ് കേന്ദ്രം എന്ന നിലയിൽ ദുബായിലെ നിക്ഷേപകർക്കിടയിലും ഈ സാഹചര്യം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഈ അസ്ഥിരതയുടെ പ്രതിഫലനം കാണാം. എങ്കിലും UAE ഭരണകൂടം നൽകുന്ന ഈ ആത്മവിശ്വാസം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും സമാധാനകാംക്ഷികളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധമൊന്നിനും പരിഹാരമല്ലെന്നും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് ഇവരുടെ നിലപാട്. എന്നാൽ ഇറാൻ കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നുള്ള കർശനമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. UAEയിലെ പ്രവാസി സമൂഹം, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർ വലിയ ആശങ്കയിലാണ്. തങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാനും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. സമുദ്ര വ്യോമപാതകൾ തടസ്സപ്പെടുന്നത് ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കും. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് UAE. ഇവിടുത്തെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും നിശ്ചലമാകുന്നത് ആഗോള വ്യാപാരത്തെ തന്നെ ബാധിക്കും. ഇത് തിരിച്ചറിഞ്ഞാണ് പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഉടൻ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. വരും മണിക്കൂറുകൾ UAE സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതനുസരിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ സർവ്വസജ്ജമായി തുടരുകയാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ സൈന്യം കനത്ത കാവലിലാണ്. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തർക്കം UAEയിലെ നഗരങ്ങൾക്ക് മിസൈലുകളായി പെയ്യുമ്പോൾ ലോകം ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്നു. സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ വിജയിക്കുമോ അതോ വലിയൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും. UAEയുടെ കരുത്തും ക്ഷമയും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്.